മഴ പെയ്ത് ഞങ്ങൾ നനയാൻ തീരുമാനിച്ചു. അവർ നനയും, ഞാൻ കൂടെ ചൂടും. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല ഗൈസ്, അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടെടുക്കാറില്ല. പിന്നെ വിസ്മയ മനഃപൂർവ്വം പറഞ്ഞിട്ട് അവള് തന്നെ കൊണ്ടു. വിസ്മയ രേഷ്മയോട് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഓൾ എടുത്തില്ല, എന്നിട്ട് ഓൾ എടുക്കുകയും ചെയ്തു. ഇത് കണ്ടോ, പുതിയ സിൻസിന്റെ പുതിയ കമ്മൽ പച്ച. ഇതൊക്കെ സിൻസി സ്വയം നിർമ്മിക്കുന്ന അല്ലേ? എനിക്ക് ഒരുപാട് കമ്മലയുടെ കളക്ഷൻസ് ഉണ്ട് ഗൈസ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിച്ചു. സിൻസിയുടെ കുറെ കമ്മലയുടെ കളക്ഷൻ ഉണ്ട്, നമുക്കൊരു വീഡിയോയിൽ കാണാം കേട്ടോ. സിൻസിയുടെ കമ്മലകളുടെ കളക്ഷൻ. 2 ചിറപ്പുഞ്ചികളൊക്കെ ഉണ്ട്. അവര് സയാമിസ് പോലെ. അഞ്ജലിനെ കീറി നമുക്ക് 2 സയാമിസ് ഇരട്ടകളെ കാണാം. യെസ് കാണിച്ചു തരാം. ദാണ്ടേ 2 സയാമിസ് ഇരട്ടകളാണ്. കണ്ടോ ഗൈസ്, ഡ്രസ്സൊക്കെ ഒരുപോലെ ഇല്ല. ഒരാളുടെ ബാക്കിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്. സംഭവം കൊള്ളാം, ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി ഗൈസ്. ഇവരൊക്കെ ജീൻസ് ഒക്കെ ഇട്ട് ഇറങ്ങിയതാ. സിൻസിനെ കാണിച്ചു തരാം. സിൻസി ഓൾസോ ഇൻ ജീൻസ് ആണ് കേട്ടോ. നമ്മളിപ്പോ ഡിപ്പാർട്ട്മെന്റ് ഫ്രണ്ടിൽ എത്തിയിട്ടോ ഏകദേശം. ഗൈസ്, എനിക്കിപ്പോ മൊഴിയാനൊന്നും വാക്കുകൾ കിട്ടുന്നു. എന്ത് പറ്റിയിട്ടാവണോ? വാക്കുകളുടെ ഇത് വരുന്നില്ല. വാക്കുകൾ തീർന്നു പോയിന്നാ. ഒരു അമ്മമ്മ വരുന്നുണ്ട്. അമ്മമ്മക്ക് വികാരം മറ്റേ ഇഷ്ടമല്ല തോന്നുന്നു. നമുക്ക് വീഡിയോ എടുക്കാൻ പ്രായമുള്ളവർക്ക് ഇഷ്ടമല്ല കുഴിയാണ് ഇവിടെ ഗൈസ്. ഭയങ്കര കഷ്ടം. വഴി തെറ്റിക്കുന്നു ഗൈസ്. നമ്മളിപ്പോ ഏകദേശം നമ്മുടെ അടുത്താണ് കേട്ടോ നമ്മുടെ യൂണിവേഴ്സിറ്റി ട്രാപ്പ്. അങ്ങോട്ട് പോയ സെൻട്രൽ ലൈബ്രറിയാണ്. അപ്പൊ നമ്മൾ ഏകദേശം പാർക്കിന്റെ ഏരിയയിൽ. ഇതാണ് നമ്മുടെ പാർക്ക്. നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഇതിന്റെ ഒരു സെഷൻ കാണുന്നുണ്ട്. ഗായ്സ്, എന്റെ കൊടയിൽ അതിക്രമിച്ച് കയറുന്നു ഗായ്സ്. എവിടെടി അവിടെ അണ്ണാൻകുട്ടി ഉണ്ട് കേട്ടോ. നിങ്ങക്ക് കാണുന്നുണ്ടോ ഇതില്? എനിക്ക് കാണുന്നില്ല. അവിടെ ഉണ്ട് എന്തായാലും. നമ്മള് മെൻസ് ഹോസ്റ്റലിന്റെ അവിടെ എത്തിട്ടോ. നമ്മുടെ യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലാണ് ഗൈസ്. നമ്മളിപ്പോ രചന നഴ്സറി സ്കൂളിലാണ് ഗൈസ്, ഇത് എന്ത് ഫ്ലവറാന്ന് എനിക്ക് അറിയില്ല കേട്ടോ, പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ സിൻസി? അവിടെ പോയിട്ട് എടുത്തോ. കണ്ടോ അവിടെ മഞ്ഞ ഈ പൂക്കളില്ലേ? ഇതിന് പൂ ഇവിടെ ഇല്ല അല്ലേ? സെല്ലിക. സിൻസിയുടെ നാട്ടിൽ ഇതിന് നമ്മൾ എന്താ പറയാ? തീപ്പൊരി. സിൻസി തീപ്പൊരി. ഗൈസ്, നമ്മൾ നടന്നെത്തുന്നില്ല. സോ അതിലെ പാട്ട് വെച്ച് അവിടെ നിൽക്കുന്നു. ഗൈസ്, ഞങ്ങൾ ബേക്കറി വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ചിപ്സ്. ഒരു ലോഡ് സാധനങ്ങൾ കൊണ്ട് നമ്മൾ എത്തിയിരിക്കുന്നത് ഫുഡ് ചാലഞ്ച് ചെയ്യാനല്ല. എന്തൊക്കെയാ വാങ്ങിച്ചേ ഗൈസ്? ബിസ്ക്കറ്റ്, പൂള ചിപ്സ്, പിന്നെ ഇത് പഴം ഒരു കൊലയല്ല 1/2 കിലോ വാങ്ങിച്ചു ഗൈസ്. വലിയ പഴം അല്ലേ? വണ്ടി ഒരുപാട് ചെറി ഉണ്ടടി. കുറെ വീണെടുക്കണം. എടി വഴി തന്നെയാണോ? നമ്മൾ ഏകദേശം എത്താറായി എന്നാ തോന്നുന്നേ. പക്ഷെ നമുക്ക് വഴി തന്നെയാണെന്ന് ഉറപ്പില്ല കേട്ടോ. പോയി നോക്കാം. യെസ്, തന്നെ ആ വീടിന്റെ താഴല്ലേ? ആക്ച്വലി ഞങ്ങൾക്ക് ഒരു ക്ലിപ്പ് എടുക്കാൻ പറ്റില്ല കേട്ടോ. വിസ്മയ വീണ്. ഞങ്ങൾ മുള്ളഞ്ചൊക്കെ കാണാൻ പോയതായിരുന്നു അല്ലേ? കണ്ടോ സിൻസി മരുന്ന് വെച്ചു കൊടുത്താ കമ്മ്യൂണിസ്റ്റ് പച്ച. ഇവിടെ തന്നെയല്ലേ വഴി? തെറ്റിയോ ഗൈസ്? ഞങ്ങൾ വഴി തെറ്റി ഗൈസ്. നമുക്ക് അശ്വതിനെ വിളിക്കാം. ഞങ്ങൾ അശ്വതിനെ വിളിക്കാൻ പോവാ. വഴി തെറ്റി ഞങ്ങൾ വീണ്ടും
ആരാണ് അശ്വതി ഒന്ന് കാണിക്ക് വീഡിയോ കോൾ ചെയ്യുന്ന നമ്മള് വീഡിയോ കോൾ ചെയ്ത് പോവാണ് ഗൈസ്. ഗൈസ് ഫൈനലി നമ്മൾ അശ്വതിയുടെ വീട്ടിലെത്തി ഗൈസ്. എല്ലാരും ഒന്നും ഇങ്ങോട്ട് നോക്കിയേ. അശ്വതി മുങ്ങി ഗൈസ്. ഇതാണ് അശ്വതിന്റെ ഗൈസ് നമ്മൾ ഫൈനലി നമ്മൾ അശ്വതിയുടെ വീട്ടിലെത്തിട്ടാ. അശ്വതി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു. അശ്വതി വാ, ഫ്രണ്ടിലേക്ക് വാ, നിന്നെ കാണുന്നില്ല. ഷീബോധി വെച്ചിട്ടുണ്ട് കേട്ടോ, അശ്വതി വെച്ചതാണ്. നമ്മുടെ ചെറുള ഉണ്ട്, മുക്കുറ്റി കറുകപ്പുള്ളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഏതാ ഇതാ എനിക്കറിഞ്ഞൂടാ. ഏതാ മീക്കർ ഉണ്ട്. രേഷ്മ ഇട്ട് വന്നത് ഒരു ബന്ധമില്ലാത്ത ഡ്രസ്. ഈ പാവാട ഇവക്ക് കൊടുത്തു, ഇവളെ പാവാട അവക്ക് കൊടുത്തു. അവക്ക് ലിപ്സ്റ്റിക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവളും മാറ്റി ഞങ്ങൾ ഇറങ്ങിയതാ. അന്നേരം എന്റെ ചെരുപ്പ് മാറിപ്പോയി. വീട്ടിലിരുന്ന് ടോയ്ലറ്റിലിരുന്ന് ചെരുപ്പ് ഇട്ടത് ഞാൻ മേലെ. അന്നേരം എന്തായിരിക്കും അശ്വതി കഥ പറഞ്ഞെടുക്കും, എല്ലാ സ്ഥലങ്ങളും പറഞ്ഞെടുക്കും. ഇതെവിടെ ഷൂട്ട് ചെയ്തെന്നൊക്കെ സ്റ്റാർബക്സ് പോയിട്ട് കിട്ടിയില്ലേ. ഇവര് HSCയുടെ ഡേറ്റ് നോക്കാൻ കേട്ടോ കലണ്ടറിൽ. ഇവിടെ എത്തിയപ്പോഴാണ് ഇവർ അറിയുന്നത് മറ്റേ സ്വാതന്ത്ര്യ അശ്വതി വീണ്ടും വെച്ചിട്ട് കൊണ്ടുവന്നിട്ടോ. കോളേജ് കൂട്ടിയിട്ട് 1 2 അന്നല്ല, എന്നാ വെക്കേഷൻ കഴിഞ്ഞിട്ട്. എനിക്കോ അശ്വതി ഇന്ന് നല്ല പനപ്പൊടി സീനിക വീണ്ടും ബർത്ത്ഡേ ഗിഫ്റ്റ് മാറ്റി കൊണ്ടുവന്നിട്ടോ. അശ്വതിയുടെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് വേറൊരു സർപ്രൈസ് കിട്ടി ഗൈസ്. നോക്കട്ടെ, അത് മടക്കിയല്ലേ, അവരിങ്ങനെ മടക്കി വെച്ചല്ലേ. ഗൈസ് അശ്വതിനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരു സ്ഥലത്ത് കണ്ടു കിട്ടിയിട്ടുണ്ട്. ഗൈസ് എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. ഞാനും നൗഷര ഒരുമിച്ചായിരുന്നു. നൗഷര അശ്വതിയും കൂടി വന്നപ്പോൾ പിന്നെ നമ്മളെ വീട്ടിൽ എൻഗേജ്മെന്റിന് വന്നതാണ് ഗൈസ്. അന്നേരം ഞങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇടണമായിരുന്നു, എല്ലാം കളർ ഫെയ്ഡായി. ഞങ്ങൾ എന്നിട്ട് ഇവിടെ ഈ വീടിന്റെ സൈഡിൽ നിന്നിട്ടാണ് ലിപ്സ്റ്റിക് ഇട്ടത്. അപ്പൊ ഞങ്ങൾ സ്കൂട്ടിൽ വരുമായിരുന്നു. സ്കൂട്ടിയിലായിരുന്നു ഞങ്ങൾ. ഇവിടുന്ന് ലിപ്സ്റ്റിക് ഇട്ട് ഇവിടെ ആരും ഇതാണല്ലേ ആ സ്ഥലം. ഇത് കണ്ടേ, അതിനുശേഷം ഇവിടെ ഒരു കൂടാരം കിട്ടിയത്. ഇനി വരുന്നവർക്ക് ലിപ്സ്റ്റിക് ഇടാൻ ഇനി അവിടെ ഒരു കൂടാരം കിട്ടി. സ്മാരകാന്ന്. എങ്ങോട്ടാ? കുളം കാണാൻ പോവാണ് ഗൈസ് അശ്വതിയുടെ വീട്ടിൽ നിന്ന്. കാലത്തിന്റെ പ്രതീതിയായ പോയിന്ന്. പിന്നെ വഴി അറിയില്ലെങ്കിലും അറിയുമെന്ന ബോധത്തോടെ അഞ്ജലിയും സിൻസിയാണ് നമ്മുടെ അവരെ എടുക്കണ്ടേ? അവരെ ആരാ? അയ്യോ ചമ്മിപ്പോയി. വഴിക്ക് റംബൂട്ടാൻ മരം കണ്ടിവിടെ നിൽക്കുക കേട്ടോ.
ഗൈസ് നമ്മൾ റംബൂട്ടാൻ കണ്ട അവിടെ അല്ലേ വിസേ? പക്ഷെ നമുക്ക് ചോദിച്ചില്ലെന്ന്. പക്ഷെ അതെനിക്ക് തോന്നുന്നത് കുറച്ചൊരു വെറൈറ്റി ഫ്രൂട്ടാണ്. മഞ്ഞടി. ആ മഞ്ഞ യെല്ലോ കളർ. മഞ്ഞ റംബൂട്ടാൻസ്. മഞ്ഞ റംബൂട്ടാൻ. ആയോ ഗൈസ്? ആരെ ഗോഡൗൺ? ഇതെന്താ? അയ്യോ ഇത് പാളംപുറത്തില്ലേ? ഗൈസ് നമ്മൾ പാണംപുറത്തി ഗൈസ്. വിരഹമെന്നാലും നമ്മൾ അന്താക്ഷരി പാട്ടോ. അതിന്